എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ലക്ഷ്യവുമായി ഞാൻ 2026 ഒരു മസാല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വേറൊന്നുമല്ല, വീട്ടിൽ തന്നെയാണ്. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാനുള്ള വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ പരിപാടി. ഇടയ്ക്ക് അമ്മ ഒന്ന് സഹായിക്കാറുണ്ട്. ആവശ്യത്തിന് മുളക് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ തന്നെ കഴുകി പൊടിപ്പിച്ച് ഫ്രഷാക്കി പാക്ക് ചെയ്യുന്ന സെറ്റപ്പാണ്. ബൾക്ക് ക്വാണ്ടിറ്റി മാനുഫാക്ചർ ചെയ്യാത്തത് കൊണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടും കടയിൽ കൊണ്ടുവച്ചാൽ ഞാൻ വിചാരിച്ചത്ര രീതി സക്സസ് ആവുമോ എന്നുള്ള പേടി കാരണം കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ഡയറക്റ്റ് എത്തിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു ബൾക്ക് ക്വാണ്ടിറ്റി മാനുഫാക്ചർ ചെയ്തിട്ട് കടകളിൽ കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നാളെ നമ്മുടെ പരിപാടി തുടങ്ങും. അങ്ങനെ പിറ്റേ ദിവസം കൃത്യം 9 മണിയായപ്പോൾ ഞാൻ റെഡിയായി നമ്മുടെ ലൊക്കേഷനിലേക്ക് പോയി. ഇവിടെ ഒത്തിരി വീടുകൾ അടുത്തുള്ളതുകൊണ്ട് പാടില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ 2-3 വീടുകളിൽ കയറി റിജക്ഷൻ ആയിരുന്നു. അവർക്കൊന്നും പ്രൊഡക്ട്സ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്ഷമയോടെ അടുത്ത വീട്ടിലേക്ക് കയറിയപ്പം അവിടെ ഒരു ചേച്ചി എൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ലാസ്റ്റ് പുള്ളിക്കാരി ഇന്നേരം 2 പാക്കറ്റ് മേടിച്ച്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ സെയിൽ നടത്തി. ഫസ്റ്റ് സെയിലിൻ്റെ ആണോ എന്നറിയില്ല. പിന്നെ അങ്ങോട്ടെല്ലാം ഷട്ടപ്പെട്ടേതായിരുന്നു. പിന്നെ അങ്ങോട്ടെല്ലാം എനർജിയോട് കാര്യങ്ങളൊക്കെ ചെയ്യണം, പെട്ടെന്ന് തന്നെ പ്രൊഡക്ട്സ് എല്ലാം സെയിൽ ചെയ്ത് തീർക്കണം എന്നുള്ള മൈൻഡായിരുന്നു. കുറേ കഴിഞ്ഞ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ടയർഡായി അവിടേക്ക് ഇരുന്നു. ഒത്തിരി വീടുകളൊക്കെ കയറി പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാൻ നിർത്തി. അങ്ങനെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊണ്ടുപോയ പ്രൊഡക്ട്സ് എല്ലാം ഏകദേശം സെയിൽ ചെയ്തു. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സ്വന്തമായിട്ട് വരികയാണ്. അങ്ങനെ പോകുന്ന വഴിക്കൊരു ചായയും പഴംപൊരിയും കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നിർത്തും. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് മൊത്തത്തിൽ കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 450 റുപ്പീസാണ്. എന്തായാലും ഒത്തിരി സന്തോഷം സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി ലോഞ്ച് ചെയ്യാൻ പറ്റിയതിൽ. ഇതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മുടെ കമ്പനി ഡെവലപ്മെൻറ്റ്സിൻ്റെ ഈ വീഡിയോസ് ഞാൻ തുടർച്ചയായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. Don't forget to watch, and also thank you for watching this video. Bye bye.